ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടുപൊടി കൊണ്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അജ്മയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് പുട്ടുപൊടി 1 കപ്പ് പുട്ടുപൊടിയാണ് നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ അജ്മയുടെ പുട്ടുപൊടി അത്യാവശ്യം നല്ല തരിയുള്ളൊരു പുട്ടുപൊടിയാണ് കേട്ടോ. സാധാരണ പുട്ടുപൊടിയേക്കാൾ നല്ല തരിയുണ്ട്, പക്ഷേ ഇത് നനച്ച് നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഞാൻ 250 ml കപ്പിലാണ് നമ്മൾ 1 കപ്പ് പുട്ടുപൊടി എടുക്കുന്നത്. അപ്പോൾ കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുത്താലും മതി, ബാക്കി മെഷർമെൻറ്റൊക്കെ ആ ഗ്ലാസ്സിൽ തന്നെ ചെയ്താലും മതി. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഫൈൻ പൗഡറായിട്ടല്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് ആ വലിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കറക്കിയെടുത്തത്. അപ്പോൾ അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം ഒരു വിസ്കോ ഒരു സ്പൂണോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. പിന്നെ അങ്ങനെ ഞാൻ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും മതിയാകും. അപ്പോൾ വലിയ തരിയുള്ളത് ഞാനൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്തേക്ക് നമുക്ക് നീക്കി വെക്കാം. അപ്പോൾ ഈ പുട്ടുപൊടി കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജാതിക്കയാണ്. ജാതിക്കയുടെ അത് പുറന്തോടാണ് കറുത്ത കളർ. അത് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുക. അതിൽ നിന്ന് വളരെ ചെറിയൊരു പീസ് മാത്രം നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. സ്പൈസസൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കേക്കിന് വല്ലാത്ത ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ടയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നോക്കാം, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പിൻ്റെ അളവാണത്, പക്ഷേ അതിൽ പകുതിയേ ഉള്ളൂ, 1/4 കപ്പേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഏത് കേക്കിനാണെങ്കിലും ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ കിസ്മിസും ബദാമും പിന്നെ ചെറിയും അല്പം ടൂട്ടി ഫ്രൂട്ടിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുത്താൽ മതി. ഇതിന് ഒരു കറക്റ്റ് അളവൊന്നുമില്ല. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പുട്ടുപൊടിയിൽ നിന്ന് 1 സ്പൂൺ പുട്ടുപൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി കുറച്ച് വീതം 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ അജ്മയുടെ പുട്ടുപൊടി നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ പുട്ട് ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നനച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അത്രയും വെള്ളം കുടിക്കുന്ന ഒരു പുട്ടുപൊടിയാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ അത് ഈ പുട്ടുപൊടി. പിന്നെ ഇതിലേക്ക് കാരമൽ സിറപ്പാണ് വേണ്ടത്. കാരമൽ സിറപ്പ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇത് ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എന്താ പറയുക, ഒന്ന് മെൽറ്റായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുന്ന നേരത്ത് ഒരു ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം കേട്ടോ തിളച്ച വെള്ളം ഒഴിക്കാൻ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാരമൽ സിറപ്പായി. നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കാരമൽ സിറപ്പ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കാരമൽ സിറപ്പ് ആ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. നല്ല ഒരു കുറുകിയ ഒരു കൺസിസ്റ്റൻസിയാണ് എപ്പോഴും കാരമൽ സിറപ്പ് നല്ലത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസും ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പുട്ടുപൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇവിടെ ടൂട്ടി ഫ്രൂട്ടി മറ്റ് സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാരമൽ സിറപ്പിൻ്റെ വീഡിയോ അധികം തീരെ കയ്പില്ലാതെയാണ് നമ്മൾ ആ കാരമൽ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഒരു 7-8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ചേർത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഓവൻ സെറ്റപ്പാണിത്. അപ്പോൾ ഇതിലേക്ക് ഒരു 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് താന്നു പോകുമെന്നാണ് എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നത്.
ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ബേക്കായി വരുന്ന സമയത്ത് അറിയാൻ പറ്റും താന്നു പോയോ പൊങ്ങി കിടക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അത് ഒരു 45 മിനിറ്റാണ് ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം വരുന്നത്. ഇപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് ആകുമ്പോൾ നോക്കി നോക്കാം. അല്ല ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടിയാകും. അപ്പോൾ എനിക്കിത് കറക്റ്റ് 45 മിനിറ്റ് തന്നെയാണ് എടുത്തത്. പിന്നെ കേക്ക് പെട്ടെന്ന് ആയിന്ന് അറിയുന്ന മണം വരുമ്പോഴാണ് നമ്മൾ തുറന്ന് നോക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ കേക്ക് ഇത് ഇങ്ങനത്തെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തുറന്ന് നോക്കിയാൽ കേക്ക് കേടുവരും. അപ്പോൾ അതാ എൻ്റേത് ഒരു 45 മിനിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ പുറത്തൊക്കെ എടുത്ത് അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഇതാ ബട്ടർ പേപ്പറൊക്കെ നീക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി കൊണ്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.